ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EC2ൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളെ പറ്റിയിട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസ് എന്താണെന്നുള്ളതും പിന്നെ EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് എന്താണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് നിന്നുള്ള സ്ലൈഡാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. EC2 ഇൻസ്റ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ EC2 ഇൻസ്റ്റൻസ് ടൈപ്പുകൾ എന്താണ്, അതായത് പ്രീ കോൺഫിഗേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു സെറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് നിന്നാണ് ഒരു ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AWS പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് EC2 ഇൻസ്റ്റൻസ് ടൈപ്പുകൾ AWS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കൊന്ന് ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് പറയുന്ന കാര്യം ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന EC2 ഇൻസ്റ്റൻസ് ടൈപ്പുകൾ AWS എന്തിന് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൻ്റെ അകത്തിരിക്കുന്ന ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഈസിലി നമുക്ക് റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു ലാപ്ടോപ്പ് വാങ്ങണമെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളുടെ നീഡ് എന്താണോ, നമ്മളുടെ യൂസ് കേസ് എന്താണോ അതിന് അനുയോജ്യമായിട്ടിരിക്കുന്ന ഒരു ലാപ്ടോപ്പ് ആയിരിക്കും നമ്മൾ വാങ്ങുക അല്ലേ. നിങ്ങൾക്കിപ്പം ഗെയിമിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു GPU ഒക്കെയുള്ള ഒരു പവർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ലാപ്ടോപ്പ് വാങ്ങേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വരും? അതിന് കൂടുതൽ കോസ്റ്റ് ആവും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ബേസിക് ആയിട്ടിരിക്കുന്ന ഒരു ബ്രൗസിംഗ് ഒക്കെ മാത്രമായി ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ GPU ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് ഇരിക്കുന്ന ഒരു ലാപ്ടോപ്പ് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. നിങ്ങളുടെ യൂസ് കേസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂസ് കേസിന് എന്താണോ ആപ്റ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതായിരിക്കും നമുക്ക് നല്ലത്. അത് നമ്മൾ നോർമലി നമ്മളുടെ റിയൽ ലൈഫിൽ ചെയ്യുന്നതാണ് അല്ലേ. അപ്പം നമുക്ക് എന്തുണ്ട്, നമ്മളുടെ ഇത് കോൺഫിഗറേഷൻ കുറയുകയോ കൂടുകയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ കോസ്റ്റിൽ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് EC2ൻ്റെ കേസിലും, EC2 ഇൻസ്റ്റൻസ് ടൈപ്പുകളുടെ കേസിലും. EC2 ഇൻസ്റ്റൻസ് ടൈപ്പുകൾ എന്താണ്? നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് എന്തൊക്കെ ഹാർഡ്വെയർ ഉണ്ടായിരിക്കണം എന്ന് ചൂസ് ചെയ്യുന്നത് EC2 ഇൻസ്റ്റൻസ് ടൈപ്പാണ് അല്ലേ. എത്ര CPU വേണം, എത്ര RAM വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് ചൂസ് ചെയ്യുന്നതിലൂടെയാണ് അല്ലേ. അപ്പം AWSഉം പല ടൈപ്പിലിരിക്കുന്ന EC2 ഇൻസ്റ്റൻസ് ടൈപ്പുകൾ തന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂസ് കേസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മളുടെ യൂസ് കേസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം കറക്റ്റ് ആയിട്ടിരിക്കുന്ന അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, EC2 ഇൻസ്റ്റൻസ് ടൈപ്പിൻ്റെ പവർ കൂടുന്നതിനനുസരിച്ചിട്ട്, അതായത് കൂടുതൽ CPU ഉള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും അല്ലേ. ഓപ്പറേഷൻ എക്സ്പെൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. EC2ൻ്റെ പൈസ ഇങ്ങനെ ഹവർലി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിസം ഒക്കെ ഇതാക്കിയിരുന്നല്ലോ അല്ലേ. അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അതായത് നിങ്ങൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ EC2 ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. ഹവർലി റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, കുറച്ചും കൂടെ പവർ കുറഞ്ഞതിന് കുറവായിരിക്കും. അപ്പം നമ്മൾക്ക് നമ്മളുടെ യൂസ് കേസ് എന്താണോ അതിന് ആപ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്നതിന് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതെന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്കിൽ ആവശ്യമുള്ള കാര്യമാണ്. AWS തന്നെ അവരുടെ ഒരു റീഇൻവെൻറ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്, 90% ഓഫ് യൂസേഴ്സും ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സ് ഫുള്ളി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന രീതിയിലൊന്നുമല്ല യൂസ് ചെയ്യുന്നത്. അതായത് ചില സമയങ്ങളിൽ എന്താണ്, നമ്മളുടെ യൂസ് കേസിന് ആവശ്യമുള്ളതിലും കൂടുതൽ പവർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ആയിരിക്കും ചിലപ്പം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മളുടെ യൂസ് കേസിന് അത്രയും പവർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു വിർച്വൽ കമ്പ്യൂട്ടർ ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ. അതായത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ കൂടുതലായിട്ടിരിക്കുന്ന അനാവശ്യമായിട്ടിരിക്കുന്ന ഒരു കാശ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരും അല്ലേ. അപ്പം നമുക്കത് കറക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളെ നോർമലി നമ്മളുടെ ഓൺ പ്രമിസിൽ ഉണ്ടായിരിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി എളുപ്പമാണ് ക്ലൗഡിൽ. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അല്ലേ. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു യൂസ് കേസ്, നമ്മളുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതിന് ഒരു ഏകദേശ ധാരണയെല്ലാം വെച്ചിട്ട്, ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഇനീഷ്യലി ഒരു EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ പല രീതികളിലിരിക്കുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം, ഇത് കൂടുതലാണോ
ആണോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ? അതാണ് ക്ലൗഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത്. അത് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങളുടെ ഡിസൈൻ കുറച്ചും കൂടെ അഡാപ്റ്റബിൾ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോയിങ് ഫോർവേഡ് നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ AWSൻ്റെ അകത്തിരിക്കുന്ന റിസോഴ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് കുറെ കൂടി ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം EC2 ഇൻസ്റ്റൻസ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സ്കില്ല് ആവശ്യമുള്ള കാര്യമാണ്. കുറച്ചും കൂടെ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിച്ചെടുക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമുക്ക് പോകേണ്ടത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ EC2 ഇൻസ്റ്റൻസ് ടൈപ്പിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇതിലൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കൂടുതൽ പോകുന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന AWS തന്നെ കുറേ ടൂൾസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം കൂടെ പഠിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മൾ പോകുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ ആ സ്കില്ല് നമുക്ക് വരുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ EC2 ഇൻസ്റ്റൻസ് ടൈപ്പിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ആ പോയിന്റ്. അപ്പം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോൺഫിഗറേഷനിലിരിക്കുന്ന പ്രീ കോൺഫിഗേർഡ് ആയിട്ടിരിക്കുന്ന സെറ്റാണ് EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു അല്ലേ? അപ്പം AWSൻ്റെ അകത്ത് ഏകദേശം 850 കൂടുതൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻസ്റ്റൻസ് ടൈപ്പുകളുണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വിർച്വൽ കമ്പ്യൂട്ടർ സെറ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മൾ നമ്മളുടെ കൺസോൾ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ കൺസോളാണ് അല്ലേ? ഇൻസ്റ്റൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ലോഞ്ചൊക്കെ ഇൻസ്റ്റൻസ് ചെയ്തിരിക്കുന്ന അതേ പേജ് തന്നെ. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ലെഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പേജിൻ്റെ അകത്ത് നിങ്ങൾക്ക് നമ്മളുടെ AWSൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടിരിക്കുന്ന എല്ലാ ഇൻസ്റ്റൻസ് ടൈപ്പുകളും അവൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ T2.micro എന്ന് പറയുന്ന കാര്യമായിരുന്നു ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടിരിക്കുന്ന സാധനം. നമ്മൾ ലാസ്റ്റ് ടൈം ലോഞ്ച് ഇൻസ്റ്റൻസ് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഇൻസ്റ്റൻസ് ടൈപ്പ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ? അതേപോലെ തന്നെ പല കോമ്പിനേഷൻസ് ഉള്ള പല CPU ഉള്ള പല ആർക്കിടെക്ചറുള്ള പല രീതിയിലിരിക്കുന്ന റാം കോമ്പിനേഷൻസ് ഇരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകൾ AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഈ ഇൻസ്റ്റൻസ് ടൈപ്പുകളും ഈ പറഞ്ഞിരിക്കുന്ന പേജിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേജ് വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. നിങ്ങളിപ്പം നമ്മൾ T2.micro ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇത് ഹൈപ്പർവൈസർ ഏതാണ്, കമ്പ്യൂട്ടിംഗ് ഏതാണ് ആർക്കിടെക്ചർ ഇരിക്കുന്നത്, നിങ്ങളുടെ കോർ എത്രയുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന സ്പീഡ് എത്ര വരുന്നുണ്ട്, vCPU എത്രയുണ്ട്, സ്റ്റോറേജിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, നെറ്റ്വർക്കിംഗ് സ്പീഡ് നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസ് ടൈപ്പ് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിനക്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഹവർലി റേറ്റ് എത്രയായിരിക്കും, വിൻഡോസ് ആണെങ്കിൽ എത്രയായിരിക്കും, അങ്ങനെ വേറെ ഓപ്ഷൻസുകളിലൊക്കെ ഇരിക്കുന്ന പ്രൈസിങ് എത്രയാണ്, ഇങ്ങനെയുള്ള പല ഒരു ഇൻസ്റ്റൻസ് ടൈപ്പിനെ പറ്റിയിട്ടുള്ള ഏകദേശം എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഈ പേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഒന്ന് നോക്കണേ. ഈ പറഞ്ഞിരിക്കുന്ന റീജിയൻ്റെ അകത്ത്, അതായത് നമ്മൾ EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് റീജിയൻ ബൗണ്ട് ആണല്ലോ അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന റീജിയൻ മുംബൈ എന്ന് പറയുന്ന റീജിയൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളാണിത്. അതായത് ഓരോരോ റീജിയനിലും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻസ്റ്റൻസ് ടൈപ്പുകളായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മുംബൈ ആണ് റീജിയൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏകദേശം 538ഓളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസ് ടൈപ്പുകൾ അവൈലബിൾ ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ വേറൊരു റീജിയനിലോട്ട് പോവുകയാണ്, US ഈസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ അപ്പം ഈ പറഞ്ഞിരിക്കുന്ന US ഈസ്റ്റിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളായിരിക്കും ഇപ്പം ഇവൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ഏതാണോ റീജിയൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നേരത്തെ നമുക്ക് 548 ആയിരുന്നു അവൈലബിൾ ആയിട്ടിരുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന US ഈസ്റ്റിൻ്റെ അകത്ത് കുറച്ചും കൂടെ കൂടുതൽ ഇൻസ്റ്റൻസ് ടൈപ്പുകൾ അവൈലബിൾ ആണ്. ഏകദേശം 842ഓളം ഇൻസ്റ്റൻസ് ടൈപ്പുകൾ ഈ പറഞ്ഞിരിക്കുന്ന US ഈസ്റ്റിൽ. അങ്ങനെ ഡിഫറെൻറ്റ് റീജിയൻസ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ആയിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളായിരിക്കും അവൈലബിൾ ആയിട്ടിരിക്കുക. അത് കൂടാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു, നമ്മൾ ഓരോരോ റീജിയൻ്റെ അകത്തും ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ സെയിം ആയിരിക്കും, ചിലതിലെല്ലാം ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്രൈസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ആ പോയിന്റ് ആയിരുന്നു. ഡിഫറെൻറ്റ് റീജിയൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസ് ടൈപ്പുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ,
ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം 850ഓളം 850 എന്ന് പറയുന്നത് അത് വേരിയിങ് ആയിരിക്കും. റീജിയൻ അനുസരിച്ചിട്ട് വേരിയിങ് ആയിരിക്കും. ഏറ്റവും ഹൈയസ്റ്റ് ഇരിക്കുന്നത് ഏകദേശം 850 ആണ്. ഒരു കാര്യം, ആ നമ്പർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല. കറന്റ്ലി 2024 നമ്മൾ ഇരിക്കുന്നത്. 24 ഇരിക്കുന്നതാണ്. കോൺസ്റ്റന്റ്ലി ഈ AWS പുതിയ പുതിയ ഇൻസ്റ്റൻസ് ടൈപ്പുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എസ്പെഷ്യലി അവരുടെ സ്വന്തം നൈട്രോ എന്ന് പറയുന്ന ഹൈപ്പർവൈസർ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം അവർക്ക് കുറെ കൂടി റാപ്പിഡ് ആയിട്ട് പുതിയ പുതിയ ഇൻസ്റ്റൻസ് ടൈപ്പുകൾ അവരിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ എന്ന് പറയുന്നത് ഓരോരോ വർഷം കഴിയുന്ന സമയത്തും ഗ്രോയിങ് ആയിരിക്കും. ഓക്കെ. അപ്പം നമ്മളുടെ യൂസ് കേസിന് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളായിരിക്കും നമുക്ക് ഭാവിയിൽ കിട്ടുക. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ ഇന്നൊരു നമ്മളുടെ ഒരു ആപ്ലിക്കേഷന് ഒരു ഇൻസ്റ്റൻസ് ടൈപ്പ് ചൂസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അടുത്ത വർഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ടൈപ്പ് AWS ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റൻസ് ടൈപ്പ് അതിൻ്റെ അകത്തേക്ക് മാറ്റാൻ പറ്റും, ഈസിലി മാറ്റാൻ പറ്റും. അതിനുള്ള വഴികളെല്ലാം, അതിനുള്ള കുറച്ചുകൂടെ മെത്തേഡ്സും മെക്കാനിസംസും എല്ലാം AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് പോകുന്നതിനനുസരിച്ച് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നടത്തുന്നത് ഇതിങ്ങനെ ഗ്രോയിങ് ആയിട്ടിരിക്കുന്ന ഒരു നമ്പറാണ് ഈ പറഞ്ഞിരിക്കുന്ന 850 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 850 നമ്പേഴ്സ് ഉണ്ട്. അപ്പം 850ൽ കൂടുതൽ ഇരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളുടെ അകത്ത് നിന്ന് നമുക്ക് നമ്മളുടെ യൂസ് കേസിന് അനുയോജ്യമായിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ടൈപ്പ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. 850 എന്ന് പറയുന്ന വലിയൊരു സെറ്റിൻ്റെ അകത്ത് നിന്ന് നമ്മൾക്ക് സാധനം ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മോസ്റ്റ്ലി അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റൻസ് ടൈപ്പുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് AWS തന്നെ അവർക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളെ നോർമലി വരുന്ന യൂസ് കേസുകൾ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഡിവിഷൻ ടോട്ടൽ 850നെ അല്ലെങ്കിൽ ടോട്ടലി ഒരു റീജിയനിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന എല്ലാ ഇൻസ്റ്റൻസ് ടൈപ്പുകളെയും ഇങ്ങനെ അവർ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന ആദ്യത്തെ ടൈപ്പാണ് ജനറൽ പർപ്പസ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഒപ്റ്റിമൈസ്ഡ്, കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല രീതികളിൽ ഇരിക്കുന്ന സാധനമായിട്ട് അവരിങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് AWSന്റെ ഡോക്യുമെന്റേഷനിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇത് ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇങ്ങനെ ഒരു പേജിൻ്റെ അകത്ത് അവർ ഒരു ജനറൽ പർപ്പസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവരുണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് അവർ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ ജനറൽ പർപ്പസിൻ്റെ അകത്തിരിക്കുന്ന 850 എണ്ണത്തിൻ്റെ അകത്ത് കുറച്ചെണ്ണത്തിന് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ പർപ്പസിൻ്റെ അകത്തിരിക്കുന്ന ഈ ഇൻസ്റ്റൻസ് ടൈപ്പുകൾ ഇന്ന യൂസ് കേസിനായിരിക്കും കുറച്ചും കൂടി ആപ്റ്റ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനും കൂടി അവരവിടെ കുറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഓരോരോ ഗ്രൂപ്പുകളിലും എങ്ങനെയായിരിക്കും അവർ ഈ പറഞ്ഞിരിക്കുന്ന CPU, RAM എന്ന് പറയുന്നത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജനറൽ പർപ്പസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ബാലൻസ് ഓഫ് കമ്പ്യൂട്ട് ആൻഡ് മെമ്മറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്ര CPU, ഇത്ര RAM എന്നുള്ളത് ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന, അതായത് ഒരു ജനറൽ പർപ്പസ് നോർമൽ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു വെബ് സെർവർ എല്ലാം ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതികളിലിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളായിരിക്കും ജനറൽ പർപ്പസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് ഉണ്ടാവുക. അപ്പം അത് നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്നത് വെബ് സെർവേഴ്സും കോഡ് റെപ്പോസിറ്ററിയും പോലെയുള്ള അതായത് CPU, റാമും ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കുന്ന രീതികളിലിരിക്കുന്ന ഒരു ബാലൻസിലിരിക്കുന്ന വിർച്വൽ കമ്പ്യൂട്ടറുകളായിരിക്കും അത് ഉണ്ടാവുക. അപ്പം ഇന്ന യൂസ് കേസിനൊക്കെ അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ഇൻസ്റ്റൻസ് ടൈപ്പുകളെ അവർ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഇൻസ്റ്റൻസ് ടൈപ്പും AWSൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഇൻസ്റ്റൻസ് ടൈപ്പുകൾക്കും ഒരു പ്രത്യേക നെയിമിംഗ് കൺവെൻഷൻ കൊടുത്തിട്ടാണ് അവർ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഇൻസ്റ്റൻസ് ടൈപ്പിനും നമുക്കൊരു പേര് വേണമല്ലോ അല്ലേ. അപ്പം ഈ പേര് കൊടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക നെയിമിംഗ് കൺവെൻഷനിലേക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ അപ്പം ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ജനറൽ പർപ്പസിൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളാണ് ഇവിടെ ഇങ്ങനെ എല്ലാം എഴുതി വെച്ചത്. അതിനിവിടെ ഒരു ഡിവിഷനും ഉണ്ട്, പല ഡിവിഷനിൽ, അതായത് M8G, M7G എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജനറൽ പർപ്പസിൻ്റെ അകത്ത് ഫർദർ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനറൽ പർപ്പസ് എന്ന് പറയുന്നത് ടോട്ടൽ ഇരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഒരു ഡിവിഷനാണ് ജനറൽ പർപ്പസ് എന്ന് പറയുന്നത്. ആ ജനറൽ പർപ്പസിൻ്റെ അകത്ത് തന്നെ അവർ വീണ്ടും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഡിവിഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ജനറൽ പർപ്പസിൻ്റെ അകത്ത് 2 ഫാമിലി ഓഫ് ഇൻസ്റ്റൻസുകളുണ്ട്. അതായത് M ഫാമിലി, M എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റൻസുകൾ കാണുന്നുണ്ടല്ലേ. ആ M എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതും
ടി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ നോർമലി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എന്ന് പറയുന്നത് ബേസ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസുകളാണ്. എം എന്ന് പറയുന്നത് ഒരു സ്റ്റഡി പെർഫോമൻസ് കിട്ടുന്ന ഇൻസ്റ്റൻസുകളാണ്. അപ്പോൾ ബേസ്റ്റബിൾ എന്താണ്, സ്റ്റഡി പെർഫോമൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്, ജനറൽ പർപ്പസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. ആ ഡിവിഷൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞത് ബാലൻസ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറും മെമ്മറിയും ഇരിക്കുന്ന ഇൻസ്റ്റൻസുകളാണ്. അതിൻ്റെ അകത്ത് തന്നെ ഫർദർ അവയുടെ കുറച്ചും കൂടെ സ്പെഷ്യാലിറ്റിയൊക്കെ അനുസരിച്ചിട്ട് അവർ ഫർദർ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. അതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ യൂസ് കേസിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ നാരോ ഡൗൺ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഫാമിലിയിൽ എത്തുകയും അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഏത് ചൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പല സാധനങ്ങളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എം ടി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന 2 എം സ്റ്റാർട്ടിംഗ് ലെറ്റർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റൻസ് ഫാമിലി അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നെയിമിംഗ് കൊടുത്തിരിക്കുന്നത്, അതായത് ഇപ്പോൾ M8G അകത്ത് തന്നെ ഇതാണ് ഇൻസ്റ്റൻസ് ടൈപ്പ്. അതിൻ്റെ അകത്ത് തന്നെ അവർ 2 പോർഷൻ ഉണ്ട് അല്ലേ. ഡോട്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഡോട്ട് ഇവിടെ കണ്ടല്ലോ അല്ലേ. ആ ഡോട്ടിൻ്റെ ഇവിടെയും ഒരു പോർഷൻ ഉണ്ട്, ഇവിടെയും ഒരു പോർഷൻ ഉണ്ട്. ഈ 2 പോർഷനുകൾ എങ്ങനെയാണ് വന്നത്, അത് കുറച്ചൊരു നെയിമിംഗ് റൂൾസ് ഒക്കെ വെച്ചിട്ടാണ് AWS എല്ലാ ഇൻസ്റ്റൻസ് ടൈപ്പുകൾക്കും പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ റൂളുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ലെറ്റർ ഒരു ഇതേപോലെ ഇരിക്കുന്ന ഒരു ലെറ്ററിലായിരിക്കും എല്ലാ ഇൻസ്റ്റൻസുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ലെറ്റർ എന്ന് പറയുന്നത് അവർ ഇൻസ്റ്റൻസ് ഫാമിലി എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രത്യേക തരത്തിലിരിക്കുന്ന ഒരു കൂട്ടം ഇൻസ്റ്റൻസ് ടൈപ്പുകളെ അവർ ഇൻസ്റ്റൻസ് ഫാമിലി, അതായത് അതിനൊരു സിമിലാരിറ്റി ഉണ്ടാവും. അതിൻ്റെ അകത്തിരിക്കുന്ന റാമും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു സിമിലാരിറ്റി ഉണ്ടാവും. ആ സിമിലാരിറ്റിയിൽ ഇരിക്കുന്ന കുറേ ഇൻസ്റ്റൻസ് ടൈപ്പുകളെ അവരൊരു ഇൻസ്റ്റൻസ് ഫാമിലി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിങ്ങനെ പറയാൻ പറ്റും എം ഫാമിലി, ടി ഫാമിലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എം ഫാമിലി എന്ന് പറഞ്ഞിട്ട് ആ ഫാമിലിക്കകത്ത് കുറേ ഇൻസ്റ്റൻസ് ടൈപ്പുകൾ ഉണ്ടാവും. ഇവരെല്ലാവരും കോമൺ ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും. അപ്പോൾ എം ഫാമിലി എന്ന് പറയുന്നത് ജനറൽ പർപ്പസിൻ്റെ അകത്തിരിക്കുന്നതാണ്. ജനറൽ പർപ്പസ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ, അതായത് കമ്പ്യൂട്ടിംഗ് പവറും മെമ്മറി പവറും ഒരു ബാലൻസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ലാപ്ടോപ്പുകളാണ്. ചില ലാപ്ടോപ്പുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാത്ത എന്ത് ചെയ്യാം, കമ്പ്യൂട്ടിംഗ് പവർ കൂടുതലാക്കാം, മെമ്മറി കുറച്ചാക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ബാലൻസ്ഡ് അല്ല എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനിയിപ്പോൾ നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന CPU-യും റാമും ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുന്ന പവറിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ ബാലൻസ് എന്ന് പറയാം. അങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജനറൽ പർപ്പസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഈ എം എന്ന് പറയുന്നതാണ് ഇൻസ്റ്റൻസ് ഫാമിലി, ആദ്യത്തെ ലെറ്റർ. അത് കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, 5 എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ലെറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ വേർഷനാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് ഫാമിലിക്ക് അവരിങ്ങനെ ആ ഇൻസ്റ്റൻസ് ഫാമിലി ഇരിക്കുന്ന സാധനങ്ങളെ അവരിങ്ങനെ കോൺസ്റ്റൻ്റ്ലി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഹാർഡ്വെയർ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വേർഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. നമ്മളിപ്പം ഐഫോണിൻ്റെ കേസിൽ 11, 12 എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടല്ലോ അല്ലേ. സിമിലർ അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് ഫാമിലിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു വേർഷൻ നമ്പറാണ്, ഇൻസ്റ്റൻസ് ജനറേഷൻ എന്ന് പറയുന്ന സാധനമാണ് ഈ രണ്ടാമത്തെ ലെറ്റർ. മൂന്നാമത്തെയും 4ാമത്തെയും ലെറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന M5ൻ്റെ അകത്ത് ഇരിക്കുന്ന പ്രോസസ്സർ ഏതാണ് എന്നുള്ളതാണ് അടുത്ത ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് M5ൻ്റെ അകത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവാം, ഈ പറഞ്ഞിരിക്കുന്ന ചിലപ്പം ചിലത് AMD ആയിരിക്കാം, ചിലപ്പം Intel ആയിരിക്കാം. ഇതിപ്പം AMD ആയതുകൊണ്ടാണ് ആ ലെറ്റർ A എന്ന് പറഞ്ഞത്, AMD എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഈ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ചില സമയത്ത് ഇവിടെ കണ്ടില്ല അല്ലേ, M8G എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. G എന്ന് പറയുന്നത് ഗ്രാവിറ്റോൺ എന്ന് പറയുന്ന AWSൻ്റെ തന്നെ സ്വന്തം പ്രോസസ്സറാണ് ഗ്രാവിറ്റോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് G എന്ന് പറഞ്ഞത്. ചിലത് നോക്കുന്ന സമയത്ത് M7I എന്ന് കാണാൻ പറ്റും. I എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ പ്രോസസ്സർ ആയിരിക്കും. അതേപോലെ തന്നെ M7A എന്നാണ് അല്ലേ. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് AMDയുടെ പ്രോസസ്സറാണ് ഇൻ്റർണലി ഓടുന്നത്. അതിൻ്റെ അകത്ത് അടുത്ത D എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് സ്റ്റോറേജ് ഇൻക്ലൂഡഡ് ആണോ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ഒക്കെയാണ്.
ഇൻസ്റ്റൻറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ ലാപ്ടോപ്പിൻ്റെ അകത്ത് നമുക്ക് ഹാർഡ് ഡിസ്ക് വേണമല്ലോ അല്ലേ? ഹാർഡ് ഡിസ്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് EBS വോളിയം അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനം. അപ്പം ഇൻസ്റ്റൻറ്റ് സ്റ്റോർ എന്ന് മോസ്റ്റ് ഓഫ് ദ സാധനത്തിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ EBS വോളിയം ആയിരിക്കും ഹാർഡ് ഡിസ്ക് ആയിട്ട് ഉണ്ടാവുക. പക്ഷേ ചില സാധനങ്ങൾക്കെല്ലാം ഇൻസ്റ്റൻറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വേറൊരു കൈൻഡ് ഓഫ് ഹാർഡ് ഡിസ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇൻസ്റ്റൻറ്റ് സ്റ്റോർ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പുകളെയാണ് ഈ പറഞ്ഞ പോലെ D എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനം ചേർത്തിരിക്കുക. മോസ്റ്റ് എണ്ണത്തിനും കാണത്തില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ M5ൻ്റെ അകത്ത് D എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റൻറ്റ് സ്റ്റോറേജ് കാണാൻ പറ്റും. മോസ്റ്റ് അതിൽ EBS ആയിരിക്കും, ചിലതിൻ്റെ അകത്ത് ഇൻസ്റ്റൻറ്റ് സ്റ്റോറുകളായിരിക്കും. അപ്പം EBS എന്താണ്, ഇൻസ്റ്റൻറ്റ് സ്റ്റോറുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതാക്കാം. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആ ലെറ്റേഴ്സ് കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഫാമിലിക്ക് അകത്തിരിക്കുന്ന ഫെർദർ ഇൻഫർമേഷനാണ്. പ്രോസസ്സർ ഏതാണ്, EBS വോളിയം ഉണ്ടോ, ഇൻസ്റ്റൻറ്റ് സ്റ്റോർ ഉണ്ടോ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ 2 ലെറ്റർ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് വേറൊരു ഒരു വേർഡും കൂടെ കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് ഇതിൻ്റെ സൈസാണ്. അതായത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത്. അതായത് ഇവിടെ കണ്ടല്ലോ അല്ലേ, ഇങ്ങനെയായിരിക്കും അത് കാണുക. ലാർജ്, എക്സ്ട്രാ ലാർജ്, നമ്മളെ ടീഷർട്ടിൻ്റെയൊക്കെ സൈസ് പറയുന്നത് പോലെ. അതായത് ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 CPU 8 GB റാം ആണെങ്കിൽ, എക്സ്ട്രാ ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 ആയിരുന്നെങ്കിൽ എക്സ്ട്രാ ലാർജിൻ്റെ അകത്ത് 4 ഉണ്ട്, 16 ഉണ്ട്. അതായത് കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവറും മെമ്മറിയും എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് ഇരിക്കുന്ന നിങ്ങളുടെ കമ്പ്യൂട്ടിംഗ് പവറിൻ്റെയും കൂടുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സാധനം. അപ്പം M ഫാമിലി എന്ന് പറയുന്നതിൻ്റെ അകത്താണ് M5 എന്ന് പറയുന്ന ഫാമിലിയാണ്. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങളുടെ സൈസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സൈസും ഫാമിലിയും രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു ഇൻസ്റ്റൻസ് ടൈപ്പ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. 2x ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കോമ്പിനേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടായിരിക്കും പോകുന്നത്. ഇത് ഡിയിലോട്ട് മാറി, അതാണ് ഇവിടെ കുറഞ്ഞത്. ഇവിടെ നിന്ന് കുറഞ്ഞല്ലോ അല്ലേ, എക്സ്ട്രാ ലാർജ് എന്ന് പോയി. അത് കഴിഞ്ഞിട്ട് M5 ഡിയിലോട്ട് കയറിയപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഡിൻ്റെ അകത്ത് M5Dക്ക് അകത്ത് ലാർജ്, എക്സ് ലാർജ് എന്നാണ്. ഇവിടെ M5ൻ്റെ അകത്ത് ലാർജ്, എക്സ് ലാർജ് എന്നായിരുന്നു. അതാണ് ഇവിടെ ഒരു കുറവ് വന്നത്. നിങ്ങൾ എന്തുകൊണ്ട് കൂടി പോകുന്നില്ല എന്ന് പറയുന്നത് കാണുമ്പോൾ ഉള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. നോർമലി ഈ ലാർജ്, എക്സ് ലാർജ്, 2x ലാർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ കമ്പ്യൂട്ടിങ്ങും ഈ മെമ്മറിയും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ 2 സാധനങ്ങൾ ചേർന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റൻസ് ടൈപ്പിൻ്റെ നെയിം വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ജനറൽ പർപ്പസ് എന്ന് പറയുന്ന സാധനം ഇതാക്കിയിരുന്നു. അപ്പം നമ്മളുടെ ടോട്ടൽ ഇൻസ്റ്റൻസ് ടൈപ്പിനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് എന്ന് പറഞ്ഞ വേറൊരു സാധനത്തിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് അത് C ഫാമിലിയാണ്. C ഫാമിലിയിൽ ഇരിക്കുന്ന സാധനങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കമ്പ്യൂട്ടിംഗ് ആവശ്യമുള്ള സാധനമാണ് ചെയ്യേണ്ടത്. അതായത് കമ്പാരിറ്റീവ്ലി മെമ്മറി കുറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കൂടുതൽ കമ്പ്യൂട്ടിംഗ് ആവശ്യമുള്ള ഒരു വർക്ക് ലോഡാണ് നിങ്ങൾക്ക് ഓടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ നോർമലി ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ട് ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ടൈപ്പിനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് സെർവർ എഞ്ചിൻസ്, മെഷീൻ ലേണിംഗ് ഇൻഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ കമ്പ്യൂട്ടിംഗ് ആയിരിക്കല്ലേ കൂടുതൽ വരുന്നത്. അവിടെ റാം കുറഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല. അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന CPU-യും മെമ്മറിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന റേഷ്യോ ആയിരിക്കും. അവിടെ മുന്നിട്ട് നിൽക്കുന്നത് എല്ലായ്പ്പോഴും CPU ആയിരിക്കും. കമ്പ്യൂട്ടിംഗ് പവർ ആയിരിക്കും അവിടെ കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും, മെമ്മറി എന്ന് പറയുന്നതിൻ്റെ അകത്ത് മുന്നിട്ട് നിൽക്കുന്നത് ആരായിരിക്കും? കുറച്ചും കൂടെ മെമ്മറി ആയിരിക്കും. അതായത് റാം ആയിരിക്കും കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്നത്. R എന്ന് പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം എന്ന് പറയുന്ന R എന്ന് പറയുന്നതും X എന്ന് പറയുന്നതൊക്കെ ആയിരിക്കും അത് കൂടുതൽ. അപ്പം നമുക്ക് കൂടുതൽ റാം ആവശ്യമുള്ള യൂസ് കേസാണ്. അതായത് നമ്മളുടെ ചിലപ്പം നമ്മളുടെ ഡാറ്റാബേസുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതായത് റാമിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ഡാറ്റാബേസുകളും അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം നമുക്ക് കുറച്ചും കൂടെ റാം ആവശ്യമുള്ള സമയം തരും. അത് കൂടുതൽ റാമിലായിരിക്കും. റാം കൂടുന്നതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പെർഫോമൻസ് കൂടുന്നത്. അങ്ങനെയുള്ള വർക്ക് കേസ് നമ്മൾ നോർമലി ഡാറ്റാബേസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ളൊരു യൂസ് കേസാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെമ്മറി ഒപ്റ്റിമൈസ്ഡ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ വരാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഡിഫറെൻറ്റ് ഓപ്ഷൻസ്
ഉണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു സാധനം ഇതാക്കാം അല്ലേ. R8G എന്ന് പറയുന്നത് വേർഷനാണ്. ഇത് രണ്ടുപേരും ഗ്രാവിറ്റോൺ എന്ന് പറയുന്ന പ്രോസസ്സറായിരിക്കും ഇന്റേണലി ഓടുന്നത്. ഇത് കുറച്ചും കൂടെ പുതിയതാണ്. വേർഷൻ R8 ആണ്, R7 ആണ്. R7i എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇന്റൽ ആയിരിക്കും അതിൻ്റെ ഇന്റേണലി ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചോയ്സ് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സറാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ ഫർദർ നിങ്ങൾക്ക് ഇങ്ങനെ നാരോ ഡൗൺ ചെയ്ത് പോവാം. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം CPU വേണം, RAM വേണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ടൈപ്പ് ചൂസ് ചെയ്യാൻ പറ്റും. അത് പല രീതിയിലിരിക്കുന്ന യൂസ് കേസിനുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾക്കൊന്ന് എടുത്തൊന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് കൺസോളിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പം ഏകദേശം ഒരു ഐഡിയ ആയി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇൻസ്റ്റൻസ് ടൈപ്പുകളെ പറ്റിയിട്ട്, അവൻ്റെ നെയിമിങ്ങുകളെ പറ്റിയിട്ട്, നെയിമിങ്ങിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ലെറ്റേഴ്സും എന്തൊക്കെ ഇതാക്കിയിരിക്കുന്നു, അതിൻ്റെ ഡിവിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് കൺസോളിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ എടുക്കാം എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് 2 ഇൻസ്റ്റൻസുകളെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 എണ്ണം ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ 2 കമ്പയർ ചെയ്തിട്ട് അവർ തമ്മിലുള്ള എന്തൊക്കെയാണ് ഡിഫറൻസ്, പ്രൈസിലൊക്കെ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണോ 4 എണ്ണോ എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കളഞ്ഞു കൊടുത്താലും മതി. ഓക്കെ, എല്ലാം ഒന്ന് കളയുന്നു. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കേണ്ട ഇൻഫർമേഷൻ ഉണ്ടല്ലോ അല്ലേ. അതെന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാക്കാം. ഇൻസ്റ്റൻസ് ഫാമിലി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അവൻ അതിൻ്റെ ഇൻസ്റ്റൻസ് ഫാമിലി ഏതാണ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനും കൂടി അവനിവിടെ കാണിച്ചു തരും. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ ആക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഫുള്ളി ഡൗൺലോഡ് ചെയ്തൊരു CSVയിലോട്ട് എല്ലാ ഇൻസ്റ്റൻസ് ടൈപ്പുകളും ഡൗൺലോഡ് ചെയ്തൊരു CSVയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് വെച്ചിട്ടൊക്കെയാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്രീ ടയർ എലിജിബിൾ എന്ന് പറയുന്ന സാധനം അടിക്കാം. അപ്പോൾ ഫർദർ ആയിട്ടിരിക്കുന്ന ഒരു മെനുവും കൂടി വരും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഫ്രീ ടയർ എലിജിബിൾ ഒരു ഓപ്പറേഷൻ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഫ്രീ ടയർ എലിജിബിൾ ഈക്വൽസ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ട്രൂ. അതായത് ഇപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ഫ്രീ ടയർ എലിജിബിൾ ട്രൂ ആയിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഡിസ്പ്ലേ ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, T2 മാക്രോ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ ടയറിലുള്ളൂ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഫിൽട്ടറുകളും ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോറിൻ്റെ ഈക്വൽസ് 4 ആണെങ്കിൽ അത്. അപ്പം അതും കൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. അങ്ങനെ കമ്പൈൻ ചെയ്ത ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫിൽട്ടർ കണ്ടീഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതൊന്ന് അടിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ കോർ 4 ഉള്ള എല്ലാ സാധനങ്ങളും ആയിരിക്കും ഇപ്പം ഇവൻ എടുത്ത് കാണുന്നത്. ബാക്കി എത്രത്തോളം കാര്യങ്ങളുണ്ട് എന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം കിട്ടും. ഓക്കെ. ഇൻസ്റ്റൻസ് ടൈപ്പ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ടൂളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റൻസ് ടൈപ്പിൻ്റെ അകത്ത് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പല ഇൻസ്റ്റൻസ് ടൈപ്പുകളും ഒന്നാമത് ഈ പേജ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കണേ എന്തൊക്കെയൊക്കെയാണ് എന്നുള്ളത്, ആ ഡിഫറൻസുകൾ എന്തൊക്കെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് 2-3 സാധനങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണേ. അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.